الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവായ നാഥനായ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം സൂക്ഷിച്ചും ഭയപ്പെട്ടും അവന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും മുത്തഖികളായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഅ്മിനീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ആ ഭാഗത്തെ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ആയത്ത്, ആ ആയത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്ന രണ്ടായത്തുകൾ ഒന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ക്ഷമയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. സ്വർഗത്തിലേക്കുള്ള വഴി ക്ഷമയാണോ? ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ ക്ഷമാലുക്കളായതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകം സജ്ജമാക്കിയ ഓർഫ സ്വർഗീയ മന്ദിരങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ അവസാനം പറയുന്ന കാര്യം എന്ന് വെച്ചാല്, ഖുൽ, പ്രവാചകരെ പറയുക, മാ യഅബഉ ബിക്കും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം. വേറെ ഒരു രൂപത്തിലൊരർത്ഥം അതിനുണ്ട്, പക്ഷെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥന, ദുആ നമ്മൾ പറയും മലയാളത്തിൽ, അറബിയിൽ, മലയാളത്തിൽ പ്രാർത്ഥന. നമ്മൾ ചോദിക്കുക, ഒരു കാര്യം ചോദിക്കുന്നതിന് ആവശ്യപ്പെടുന്നതിനാണ് അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും, അഭ്യർത്ഥന എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണോ? ചിലപ്പോൾ നമ്മൾ പറയും ചോദിക്കുന്നത് നല്ല കാര്യമല്ല. മനുഷ്യരുടെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരവസ്ഥ വെച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആളുകൾക്ക് അയാളെ ഇഷ്ടമുണ്ടാവും. മനുഷ്യരോട് ചോദിക്കുക, യാചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശം കാര്യം. ഒരാളോട് ചോദിക്കുക എന്തെങ്കിലുമൊക്കെ.
ഒരാളോട് ഒന്നും ചോദിക്കരുത്. ഓരോ ഉപദേശം തേടി വന്ന ഒരാളോട് നബി കൊടുത്ത ഉപദേശം ഒരാളോട് ഒന്നും ചോദിക്കരുതെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ചോദിക്കുന്നത് ആളുകളോട് ആവശ്യപ്പെടുന്നതും ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഔദാര്യം തേടുന്നതും ഒന്നും നല്ല കാര്യമല്ല. കഴിയുന്നതും പ്രാർത്ഥന നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും തോന്നുന്നു നമുക്ക് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവരുടെ ഔദാര്യമില്ലാതെ. അപ്പൊ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുന്നത് നമുക്കിടയിൽ, ആളുകൾക്കിടയിൽ അതൊരു നല്ല കാര്യമല്ല എന്നത് വളരെ കൃത്യമാണ്. അതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മുടെ നാഥൻ എന്താണ് നമ്മളോട് പറഞ്ഞു കേൾക്കുന്നത് വെച്ചാൽ ഇതിന് നേരെ എതിരായിട്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾ അവനോട് ചോദിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. മനുഷ്യരോട് ചോദിക്കുമ്പോ ഇനിയിപ്പോ എങ്ങനെ ചോദിക്കും, ഒരിക്കൽ ചോദിച്ചു ഇനി എങ്ങനെ ചോദിക്കാം എന്നും ചോദിക്കുന്നവനും വിചാരിക്കും, ഇവനെന്താ ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ട് എന്ന് മറ്റവരും വിചാരിക്കും. പടച്ച തമ്പുരാന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു തആല കൂടുതൽ സന്തോഷിക്കുന്നു എന്നാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കണം, ഞാൻ അടുത്തുണ്ട്, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരും, ഉത്തരം നൽകും എന്ന് മറ്റൊരായത്ത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വിധം ഒരാൾക്ക് അഹങ്കാരം ഉണ്ടായാൽ, ഒരുതരം അഹങ്കാരമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നത്. ചോദിക്കുന്നതിൽ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിലും ഒരു അഹങ്കാരത്തിന്റെ അംശമാണ് അയാളെ തടയുന്നത്. അപ്പൊ അങ്ങനെ കിബിർ ഒരാൾ നടിക്കുന്നുവെങ്കിൽ അവര് നരകത്തിൽ നിന്യമായി പ്രവേശിക്കും എന്നുകൂടി ആ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നോട് ചോദിക്കൂ, ഞാൻ തരും. ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എനിക്കൊന്നും ആരുടെയും സഹായം വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ റബ്ബിനോട് പോലും സഹായം തേടാത്ത വിധം, റബ്ബിനോട് പോലും ചോദിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ മനസ്സിന് അഹങ്കാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അഹങ്കാരം നിങ്ങളെ ബാധിച്ചിരിക്കുന്നുവെങ്കിൽ അത് നരകത്തിലേക്കുള്ള നിന്യമായ പ്രവേശനത്തിന്റെ മാർഗം കൂടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹുവിനോട് ഒരാൾ ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യമാണ്. മല്ലം യസ്അലില്ലാഹ യഗ്ളബ അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യമാണ്. അപ്പൊ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ദൗർബല്യം എന്താണെന്നറിയോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അഅജസുൻ നാസി മൻ അഅജസ അനി ദുആ. ഒരാളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത്, ബലക്കുറവ് എന്ന് പറയുന്നത്, ഒരാളുടെ ക്ഷീണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പടച്ചവനോടൊന്നാണ് പറയാൻ പറ്റില്ല. ഒന്നാണ് കൈ ഉയർത്തിയിട്ട് പടച്ചവനോടൊന്നങ്ങോട്ട് ചോദിക്കാൻ, മനസ്സൊന്ന് സ്വസ്ഥമായിരുന്നിട്ട് റബ്ബിനോടൊന്നങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പറയാനോട് പറ്റുന്നില്ല. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് പടച്ചവനോട് പറയാൻ പറ്റുന്നില്ലാത്ത വിധം ഒരുതരം മാനസികാവസ്ഥ ഉണ്ടല്ലേ. ഇങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൗർബല്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേണ്ടി പറഞ്ഞു. പിന്നെ പറഞ്ഞ ആ ഹദീസിലൊരു ബാക്കി, മനുഷ്യരിൽ ഏറ്റവും പിശുക്കൻ സലാം പറയാനുള്ള പിശുക്ക് കാണിക്കുന്നവനാണ്. ഒരാളെ കണ്ടാലേ ഒരു സലാം പറയാനുള്ള ഒന്ന് ചിരിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ തല ഉലിക്കുമ്പോ സലാം പറയില്ല. അത് നമ്മളെ വിഷയപ്പതല്ല കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും വലിയ പിശുക്ക്. ഇവിടെ പറഞ്ഞത് ഏറ്റവും വലിയ ദുർബലൻ, മനുഷ്യരിൽ ഏറ്റവും ദുർബലൻ പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ആ ഒരു ദൗർബല്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, എന്തും ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് എന്തും ചോദിക്കും. കാരണം നിങ്ങളുടെ നാഥനാണ് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ. ആരാണ് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? അത് നിങ്ങളുടെ നാഥനാണ്. ഇനി ആരാണ് നിങ്ങൾക്ക്, മനുഷ്യർക്ക് സാധ്യമാകാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ചു തരാനുള്ളത്? അതും നിങ്ങളുടെ നാഥനാ, റബ്ബാണ്. ഒന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്റെ റബ്ബ. ഇനി ഖരീബ്,
ഇനി ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തത് അല്ലേ. അതിലേറെ ഒരു പ്രയോഗമുണ്ട്, അതിന്റെ സൂപ്പർലേറ്റീവ് എന്നൊക്കെ പറയില്ലേ, അഖ്റബ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു രംഗം പറയുന്നുണ്ട്. മനുഷ്യരൊരാൾ മരിക്കുന്നു, അവന്റെ റൂഹ് ഇങ്ങനെ തൊണ്ടക്കുഴിയിലേക്ക് എടുത്തു മുട്ടി അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വേർപെട്ടു പോകുന്ന അവസ്ഥ മനുഷ്യർ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കാം. ആളുകൾ മരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഈ പറയുന്നത് എന്താണ്. റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് ഇങ്ങനെ വന്ന് മനുഷ്യൻ ഇങ്ങനെ മരണത്തോട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ അടുക്കും. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കും, ചുറ്റും നിൽക്കും. ഇത് കണ്ട് കരഞ്ഞും പേടിച്ചും അസ്വസ്ഥപ്പെട്ടും കെലിമ ചൊല്ലിക്കൊടുത്തും തൊട്ടും തലോടിയും ഈ മനുഷ്യനെ മരിപ്പിക്കുക അല്ലെ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങൾ വളരെ അടുത്ത് മനുഷ്യന്റെ അടുത്ത് നിൽക്കുക. പക്ഷെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും. നിങ്ങൾ ഈ അടുത്ത് നിൽക്കുന്ന, നിങ്ങൾ മരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവളുടെ അടുത്ത് നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങളെക്കാളും കൂടുതൽ അവളോട് നാം അടുത്ത് നിൽക്കുന്നു. വലാകില്ലാ തുബ്സിറൂൻ. പക്ഷെ നിങ്ങൾ കാണുന്നില്ല. ആരാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ അടുത്തെന്ന് ചോദിച്ചാൽ റബ്ബാണ്. അപ്പൊ ഒരു സംഗതി, നമുക്കൊരു പ്രശ്നം വന്നാൽ ഏറ്റവും അടുത്ത ആളോട് പറയാം അല്ലെ. ഏറ്റവും അടുത്ത ആളാരാ? ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളോടൊപ്പം. ബഹുവമാക്കും മൈനമാക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. അപ്പൊ ആദ്യത്തെ പറച്ചിൽ അവിടെ പറയണം. അവിടെ പറയണം, റബ്ബിനോട് പറയാം. ആദ്യം ചോദിക്കുന്നത് റബ്ബിനോട് ചോദിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കുഞ്ഞായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടേ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, എന്നാ അള്ളാഹ് നിന്നെയും സൂക്ഷിക്കും. അള്ളാഹിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു അമാമക. നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, എങ്കിൽ നിന്റെ മുന്നിൽ നിനക്ക് അള്ളാഹുവിനെ കാണാം. അതായത് മുന്നിൽ നോക്കി അള്ളാഹിനെ കാണുന്നല്ല, നിന്റെ പ്രശ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നിന്റെ മുന്നിൽ അള്ളാഹ് ഉണ്ടാവും. ഇദാ സഅൽത ഫസ്അലില്ലാ. മോനെ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ഒരു സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടണം. ഇതിന്റെ അർത്ഥം മനുഷ്യരോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കലും വാങ്ങലും സഹായം തേടലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നല്ല. ഇതിന്റെ അപ്പുറത്തുണ്ട് മനുഷ്യർക്ക് സാധ്യമല്ലാത്ത വിധം അല്ലെ. മനുഷ്യർക്ക് സാധ്യമല്ലാത്ത വിധം ഒരു കുടുക്കിലും ഒരു പ്രയാസത്തിലും നമ്മൾ പെട്ടാൽ ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. എല്ലാവരും കൂടി ചേർന്നാലും നമുക്ക് സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ആ കുടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ആരാ? ആ കുടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതേ അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടേ അമ്മ യുജീബുൽ മുൽത്തറ കുടുങ്ങിക്കണം, ഇനി രക്ഷല. ഉദാഹരണത്തിന് ഒരു വലിയ രോഗം വന്നു, പ്രയാസപ്പെട്ടിരിക്കുക, നമ്മൾ വലിയ രോഗം വന്നു, ഡോക്ടർമാർ കൈമലർത്തി. അവര് പറയും അവസാനത്തെ ഒരു വർത്താനുണ്ട്, പ്രാർത്ഥിച്ചോളിന്നും. നീ പ്രാർത്ഥിച്ചോളി, ഇനി പടച്ചോന്റെ അടുത്താണ്. അങ്ങനെ പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ അടുത്തേക്ക് വിട്ടിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു, അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പോകാൻ നിങ്ങൾക്ക് ആശുപത്രി ഉണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയല്ലോ. പോകാൻ ഇനി അവർക്ക് ആശുപത്രി ഇല്ല, കാണാൻ അവർക്ക് ഇനി ഡോക്ടർ ഇല്ല. ഇനി അവർക്ക് പറയാനുള്ളത് ഒരാളോട് മാത്രമേ ഉള്ളൂ. അതാരാണെന്നറിയോ? അത് നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിന്റെ കൂടെ നിങ്ങൾക്ക് സങ്കടം നിവർത്തി തരാൻ, നിങ്ങളെ പ്രയാസം നീക്കി തരാൻ വേറെ ആളില്ല. അപ്പൊ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ റബ്ബാണ്. ഏറ്റവും അവസാനത്തെ നമ്മുടെ കുടുക്ക് പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാനും നമ്മുടെ റബ്ബ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ചോദിക്കുന്നത് റബ്ബിനോട് ചോദിച്ചോ, സഹായം റബ്ബിനോട് തേടിക്കോ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചോ. നിന്റെ മുന്നിൽ നിനക്ക് നിന്റെ റബ്ബിനെ കാണാം. എല്ലാ പ്രശ്നങ്ങളും നിന്റെ റബ്ബ് ഏറ്റെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? നിൽക്കാതെ ചോദിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയോട്, പടച്ച തമ്പുരാനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാം. അത് നമസ്കാരത്തിൽ നമ്മൾ കുറെ പറയുന്നുണ്ട്. ഈ നമസ്കാരം ശ്രദ്ധിച്ച് നിസ്കരിച്ചാൽ അതന്നെ വലിയ ദുആ.
പിന്നെ അതുപോലുള്ള മറ്റു സാഹചര്യങ്ങളിൽ നമുക്ക് ഇരുന്നിട്ട് പറയാം, നിന്നിട്ട് പറയാം, നടന്നിട്ട് പറയാം, നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയാം. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറയാ, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം. നിങ്ങളുടെ റബ്ബ് കരുണാമയനാണ്, അതുപോലെ തന്നെ അലിവും കനിവുമുള്ളവനാണ്. അലിവും കനിവുമുള്ള കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾ അവനോട് ചോദിച്ചാൽ യസ്തഹയി മിൻ അബ്ദിഹി, ലജ്ജയുള്ള റബ്ബ്, നാണമുള്ള റബ്ബ്. അതിന് വേറൊരു വാക്കുണ്ട്, അത് വരുന്നില്ല. അതാണ് ലജ്ജയും നാണവുമൊക്കെയുള്ള, അഥവാ ഒരാൾ ഒന്ന് ചോദിച്ചാൽ അത് കൊടുത്തില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത റബ്ബ്, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിലേക്ക് നിങ്ങൾ ഒരാൾ കൈ ഉയർത്തിയാൽ യസ്തഹയി മിൻ അബ്ദിഹി അൻ യർഫഅ ഇലൈഹി യദൈഹി, തന്റെ ദാസൻ അവരിലേക്ക് കൈ ഉയർത്തിയാൽ അത് കൊടുക്കാതിരിക്കാൻ പടച്ച തമ്പുരാന് ലജ്ജയാണെന്ന്, അഥവാ കൊടുത്തിരിക്കുന്നു. റബ്ബിലേക്ക് ഒരാൾ കൈ ഉയർത്തിയാൽ പടച്ചവനോട് ചോദിച്ചാൽ അത് കൊടുക്കും. അത്രയും കാരുണ്യവാനാണ് റബ്ബ്. മാത്രമല്ല ഫയറുദ്ദഹുമാ സിഫ്ര, വെറും കൈയോടെ അവനെ മടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യും കരീമുമായ ഉദാരനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും. അപ്പൊ ചോദിച്ചതൊക്കെ കിട്ടുമോ? ചോദിച്ചതൊക്കെ കിട്ടുമോ? ചോദിച്ചതൊക്കെ കിട്ടും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, ഉബാദത്ത് ബിൻ സാമിത്ത് പറയാ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മാ അലാ ലഹരിൽ അർളി മിൻ റജുലിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ഇല്ലാ ആതാഹുല്ലാഹു ഇയ്യാഹ. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ഈ ഭൂമിയിൽ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കാതെ നിന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കാതിരിക്കുകയില്ല, തീർച്ചയായിട്ടും അത് കൊടുക്കും. അപ്പൊ ചോദിച്ചാൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ? എന്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ കിട്ടും. പക്ഷെ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിന് കൂടി വിധേയമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നൊക്കെ കൂടി തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഈ ദുനിയാവിൽ നടക്കില്ല. നമ്മൾ ചോദിക്കുന്നൊക്കെ കൂടി നമുക്ക് റബ്ബ് തന്നാലേ, നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നൊക്കെ കൂടി തന്നാലേ ഈ ദുനിയാവ് നിലനിൽക്കില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഔചിത്യമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഹിക്മത്തുണ്ട്. അതനുസരിച്ച് നമുക്ക് തരേണ്ടതാണെങ്കിൽ തരും, നമുക്ക് തരേണ്ടതാണെങ്കിൽ തരും. ചോദിച്ചതൊക്കെ കൂടി തരൂല. തരേണ്ടതാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തരും. അഥവാ തന്നില്ലെങ്കിലോ? ആ തന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ഔ കഫ്ഫ അൻഹു മിന സൂഇ മിസ്ലിഹ, എന്തോ ഒരു ആപത്തിൽ നിന്ന് നീ ചോദിച്ചതിന്റെ ഫലമായി നിനക്കിത് തരാനും പറ്റൂല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് വലിയൊരു ആപത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തും, മറ്റൊരാപത്തിൽ നിന്ന് നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അത് കുറ്റത്തിനും കുടുംബ ബന്ധം തകർക്കാനുമുള്ളതല്ലാത്ത എന്ത് പ്രാർത്ഥനയ്ക്കും അങ്ങനെയാണെന്ന്. അപ്പൊ പണ്ഡിതന്മാർ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ 3 രൂപമുണ്ട്. പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥനയോട് സ്വീകരിക്കുന്ന 3 സമീപനമുണ്ടെന്നാണ്. ഒന്ന്, ചോദിച്ചാൽ ചോദിക്കുന്നതിന് കൊടുക്കും, അത് തരാൻ പറ്റുന്നതാണെങ്കിൽ. ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റുന്ന അള്ളാഹ് തരും. അത് ചിലപ്പോൾ പറ്റൂല, പറ്റാത്തെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഉദാഹരണം എന്നും പറയുന്ന ഉദാഹരണം നമ്മൾ കുറെ കേട്ടായിരിക്കും, ഒന്നുകൂടെ പറയട്ടെ. അതായത് ഇപ്പൊ ചെറിയ കുട്ടികൾ പലതും ചോദിക്കുമല്ലോ, പിഞ്ചു കുഞ്ഞുങ്ങൾ പലതും ചോദിക്കും, അവർക്ക് കഥയില്ല, അവരതും ചോദിക്കുന്നത് ചോദിച്ചു. പക്ഷെ എല്ലാവരും നമ്മൾ കൊടുക്കൂല അല്ലെ? കൊടുക്കാത്തെന്താന്ന് വെച്ചാൽ കുട്ടിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹം ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. കുട്ടി ചോദിക്കുന്നതൊക്കെ ഒരു വാപ്പയും ഉമ്മയും കൊടുക്കാത്തത്, രക്ഷിതാവ് കൊടുക്കാത്തത് കുട്ടിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കും, നമുക്ക് നമ്മൾ കഥയില്ലാത്തൊക്കെ കൂടി ചോദിച്ചിട്ട്. എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, എനിക്കിപ്പോ ഓർമ്മ വരിക, എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ, അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അയാളുടെ ബിസിനസ് പിന്നെ ഒരു എയർപോർട്ടില് ഒരു സംഗതിക്ക് ഇതെടുത്തു, എന്താ പറയാ, കൊട്ടേഷൻ. അവിടെ എന്തോ ഒരു പരിപാടി നടത്താൻ വേണ്ടി കൊട്ടേഷൻ എടുത്തു. വലിയ പ്രതീക്ഷയോടുകൂടി കൊട്ടേഷനൊക്കെ കൊടുത്തു, കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടം. അടുത്ത സുഹൃത്ത് അവനോട് പറഞ്ഞതാ, എനിക്ക് ഭയങ്കര സങ്കടം, അത് കിട്ടിയില്ലല്ലോ എന്ന്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അന്നെങ്ങാനും അത് കിട്ടിയിരുന്നെങ്കിൽ തെണ്ടിപ്പോയേനെ.
കാരണം അത് പിന്നെ കിട്ടിയ ആൾ അതുകൊണ്ട് ആകെ വലഞ്ഞു. അത് മഹാ അപകടം പിടിച്ച സംഗതിയാണ്. അപ്പൊ ഞാൻ പടച്ചവനോട് പടച്ചവനെ ഇത് കിട്ടണേ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കത് കിട്ടിയില്ല. കിട്ടാത്തത് റബ്ബ് എന്നോട് കാണിച്ച കാരുണ്യാണ് കേട്ടോ. മറ്റേ ആളെന്താ പ്രാർത്ഥിച്ച അയാൾക്ക് എന്താ അത് വേറെ കാര്യം. ഇവിടെ നോക്കണേ, ഒരാൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ റബ്ബ് നമുക്ക് തന്നാൽ നമുക്കത് പറ്റാത്തതുകൊണ്ടായിരിക്കും തരാത്തത്. അപ്പൊ റബ്ബിന്റെ കാരുണ്യമാണ് നമുക്ക് പറ്റാത്തത്, നമുക്ക് തരാത്തത്. അപ്പൊ നമുക്ക് പറ്റണമൊക്കെ തരും അല്ലെ. ചിലപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇന്നിവിടെ ഒരു വീട് കോൺക്രീറ്റ് കഴിഞ്ഞു, നാളെ അയാൾക്ക് നല്ല മഴ കിട്ടിയാലും നനക്കാതെ രക്ഷപ്പെടും അല്ലേ. അതിന് തൊട്ടപ്പുറത്ത് നാളെ കോൺക്രീറ്റാ. ഇവര് രണ്ടാളും പ്രാർത്ഥിക്കണം, നല്ലൊരു മഴ പെയ്യണേ പടച്ചോനെ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പുറത്തെ വേലിക്കുന്ന അപ്പുറത്ത് നിന്നിട്ട് ഇന്ന് മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പടച്ചോൻ എന്താ ചെയ്യാം? തൊട്ടൊരാൾ രണ്ടാളും ഇങ്ങനെ പ്രാർത്ഥിക്കണേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഹിക്മത്ത് ഏതിലും പ്രവർത്തിക്കും. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞതാണെന്നറിയോ, റബ്ബ് നമ്മൾ ചോദിച്ചൊക്കെ കൂടി തരാനിരിക്കല്ല, നമുക്ക് പറ്റുന്നത് തരും. ഒന്നുകിൽ ചോദിച്ചത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ തരും, അല്ലെങ്കിൽ റബ്ബിന് ഇഷ്ടപ്പെട്ടത് തരും, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു ആപത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കും. ഇതൊന്നും അല്ലെങ്കിലും ചോദിച്ചതും കിട്ടിയില്ല, ഒന്നും തന്നില്ല പടച്ച റബ്ബ്. പക്ഷേ റബ്ബിനോട് അവനാണ് എന്റെ നാഥൻ, അവന്റെ രക്ഷിതാവൻ, അവനാണ് എന്റെ തമ്പുരാൻ, അവനിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരുത്തന്റെ പ്രാർത്ഥനയും പോവില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നന്മയുടെ തട്ടിൽ അത് രേഖപ്പെടുത്തും. അത് ഇബാദത്താണ്. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതൊരു ഇബാദത്താണ്. അപ്പൊ അതൊരു ഇബാദത്തായിട്ട് നന്മയായിട്ട് അവിടെ രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ജീവിതത്തിലുടനീളം പ്രാർത്ഥന നിർഭരമാകും. നമ്മുടെ ജീവിതം എപ്പോഴും പ്രാർത്ഥിക്കാം. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് കഴിവുണ്ട്, ഒരുപാട് കഴിവുണ്ട്. പക്ഷെ നമ്മുടെ കഴിവിന് മാത്രം അവലംബിക്കരുത്. നമ്മുടെ കഴിവിന് മാത്രം നമുക്ക് ഒരു കഴിവില്ല നമ്മൾ വിചാരിക്കണം. ഞാൻ യോഗ്യനാണ്, എനിക്ക് ഒരുപാട് സംഗതി കഴിയും, പക്ഷേ എന്റെ കഴിവുകൊണ്ടോ യോഗ്യതയോണ്ടോ ഒന്നും നടക്കൂലട്ടോ, ഒന്നും നേടൂലട്ടോ, ഒന്നും മുന്നോട്ട് പോകില്ലട്ടോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ നല്ല ഡ്രൈവറാണ് കേട്ടോ, ഞാൻ നല്ല മിടുക്കനായ ഡ്രൈവറാണെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഓടിക്കരുത് കേട്ടോ. എന്റെ മിടുക്കുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല, എന്റെ റബ്ബിന്റെ കാവലും കൂടി വേണം എന്ന് വിചാരിച്ചു. നല്ല കച്ചവടക്കാരനാണെങ്കിൽ എന്റെ കച്ചവടത്തിന്റെ മിടുക്കൊണ്ടും, നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ എന്റെ ബിസിനസ്സിന് മിടുക്കൊണ്ടും, നല്ല യോഗ്യത ആണെങ്കിൽ എന്റെ യോഗ്യത കൊണ്ടും മാത്രം കാര്യം നടക്കൂല. അതിന്റെ അപ്പുറത്ത് എന്റെ റബ്ബിന്റെ സഹായം കൂടി വേണം. പടച്ചവനെ, നിന്റെ തുണ, നിന്റെ സഹായം എന്നെപ്പോഴും ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കണം. നിരന്തരമായ പ്രാർത്ഥനയാണ് വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത്. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നോളൂ, ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു മുമ്പോട്ട് പോകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നിന്നോട് പ്രാർത്ഥിക്കുന്ന, നിന്നിലേക്ക് തിരിയുന്ന, നിന്നെ അവലംബിക്കുന്ന, നിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് മാത്രം ഏൽപ്പിക്കരുതേ നാഥ. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ രക്ഷകനും വലിയുമായി നീ ഞങ്ങൾക്കുണ്ടാകണേ തമ്പുരാനെ. ഞങ്ങളുടെ കരം പിടിക്കണേ തമ്പുരാനെ. ഞങ്ങളെ വഴി നടത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാൻ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതമാർഗം എളുപ്പമാക്കി തരണേ നാഥ. ഹലാലായ ജീവിതമാർഗം നൽകണേ തമ്പുരാനെ. ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങൾ തിന്നുന്നതും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ തീറ്റുന്നതും ഹലാലായിരിക്കണം നാഥ. അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر لا